ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ വൻ പൊട്ടിത്തെറി. RJDയും കോൺഗ്രസും നേർക്കുനേർ രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാണ് RJD വെല്ലുവിളി നടത്തിയത്. 8 മണ്ഡലങ്ങളിൽ ഇരു പാർട്ടികളും നേർക്കുനേർ മത്സരിക്കും. ഇതിനിടെ ഇന്ത്യ സഖ്യം വിട്ട JMM 6 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനിച്ചു. ഇന്ത്യ സഖ്യത്തിൽ അടിപൊട്ടുമ്പോൾ NDAയ്ക്കൊപ്പം ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ്. ബീഹാറിനെ ഇളക്കിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ മഹാസഖ്യത്തിൽ വൻ പൊട്ടിത്തെറിയാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? നിലമ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ നിലവിൽ കളം പിടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കോൺഗ്രസും RJDയും എല്ലാം ഉൾപ്പെടുന്ന ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് വേണം വിലയിരുത്താൻ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാനാകില്ല എന്ന കടുംപിടുത്തത്തിലാണ് RJD നേതാക്കളുള്ളത്. തുടക്കം മുതൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് RJDയുടെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് തേജസ്വി യാദവ് ഒരു ഘട്ടത്തിൽ പരസ്യ പ്രതികരണം നടത്തിയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ RJD ഒറ്റയ്ക്ക് നേരിടും, അതിനുള്ള കരുത്ത് RJDക്കുണ്ട് എന്ന പ്രഖ്യാപനം പോലും തേജസ്വി യാദവ് ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. പിന്നീട് സീറ്റ് വിഭജന ചർച്ചകൾ നടന്നപ്പോൾ 60-ന് മുകളിൽ സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുൻപോട്ട് വെച്ചത്. പക്ഷേ 50-ൽ കൂടുതൽ സീറ്റുകൾ ഒരു കാരണവശാലും കോൺഗ്രസിന് നൽകാനാകില്ല. കോൺഗ്രസിൻ്റെ പ്രവർത്തനവും പെർഫോമൻസും അത്രയധികം മോശമാണ് എന്ന രൂക്ഷമായ വിമർശനവും കുറ്റപ്പെടുത്തലുമാണ് RJDയുടെ മുതിർന്ന നേതാക്കൾ മുന്നണി യോഗത്തിൽ തന്നെ നടത്തിയത്. അതിൻ്റെ ഭാഗമായാണ് നിലവിലൊരു ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്താൻ ഇന്ത്യ മുന്നണിയിലേക്ക് സാധിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്താതെ തന്നെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസും RJDയും സ്ഥാനാർത്ഥികളെ നിർത്തി. നിലവിൽ 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെയും RJDയുടെയും നേതാക്കൾ പരസ്പരം നോമിനേഷൻ നൽകിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു പരസ്പരം വെല്ലുവിളിക്കുന്ന തരത്തിൽ കോൺഗ്രസും RJDയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സീറ്റ് വിഭജനവും ഔദ്യോഗികമായി നടത്താൻ സാധിക്കാതെ തമ്മിലടിക്കുന്ന സാഹചര്യമാണ് ബീഹാറിൽ ഈ മഹാഗഡ്ബന്ധന് മുന്നിലുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020-ലും 2024-ലും കോൺഗ്രസിൻ്റെ മോശം പ്രവർത്തനമാണ്. 2020-ൽ 73-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. അവിടെ അന്ന് RJD 75 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 73 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് 35-ന് മുകളിൽ സീറ്റുകളിലെങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ അന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ചിത്രം മാറുമായിരുന്നു. അവിടെയും മഹാഗഡ്ബന്ധന് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു എന്ന പ്രതികരണമാണ് RJDയുടെ നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ അടിപൊട്ടുമ്പോൾ NDA സംബന്ധിച്ച് നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു. BJP മത്സരിക്കുന്ന 101 മണ്ഡലങ്ങളിലും ഇതിനോടകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. JDU സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ചിരാഗ് പാസ്വാന്റെ LJPയും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചൂടുപിടിപ്പിക്കുന്നതിന് വേണ്ടി BJPയുടെ താരപ്രചാരകരെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലായി ബീഹാറിൻ്റെ മണ്ണിലേക്ക് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 12 റാലികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മാസം 23-നും 28-നും നവംബർ 1, 2 തീയതികളിലും പട്നയിലും ഗയയിലുമെല്ലാമായി വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി ജനപ്രിയരായിട്ടുള്ള BJPയുടെ താരപ്രചാരകരുടെ പട്ടികയിലുള്ള ആളുകളെല്ലാം തന്നെ, നേതാക്കളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലായി BJPയുടെ NDA ക്യാമ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് ചൂടുപിടിപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ബീഹാറിൻ്റെ മണ്ണിൽ നേരത്തെ പരിശോധിക്കുമ്പോൾ ജാതി രാഷ്ട്രീയത്തിനും പ്രാദേശികവാദത്തിനും ജനതാദൾ രാഷ്ട്രീയത്തിനും ഏറ്റവും കൂടുതൽ വളക്കൂറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയം പയറ്റി വിജയിച്ചിരുന്ന ബീഹാറിൻ്റെ മണ്ണിൽ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJP തെളിയിച്ചിരുന്നു. അവിടെ 74 സീറ്റുകൾ നേടിക്കൊണ്ട് 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായിരുന്നു BJP. NDA ക്യാമ്പിൽ JDUവിനെ മറികടന്നുകൊണ്ട് NDAയ്ക്കുള്ളിലെയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ 2020-ൽ BJPക്ക് സാധിച്ചു. 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP കരുത്തു തെളിയിച്ചു. അതുകൊണ്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ അടിപൊട്ടുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ്. പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ താരപ്രചാരകരെ ഇറക്കിക്കൊണ്ട് ജനപ്രിയ പദ്ധതികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NDAയുടെ പ്രചാരണം മുൻപോട്ട് പോകുന്നു. ശരിക്കും BJPയും RJDയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി നമുക്ക് ബീഹാറിൽ നിലവിൽ നടക്കുന്ന പ്രചാരണത്തെ വിലയിരുത്താം. നീലിമ. ഓക്കെ ജിഷ്ണു, ബീഹാറിൽ മഹാസഖ്യം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.